സോ ഹലോ എല്ലാവർക്കും മറ്റൊന്നിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയ ഗെയിമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ബസ് സിമുലേറ്റർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗെയിമായിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വേറെ ഒന്നുമല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂര് പോവാം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ബ്ലാങ്കൂര് എനിക്ക് തിരിയുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ബ്ലാങ്കൂരാണ്. നമുക്ക് പറഞ്ഞാൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ വരെ വന്നു. നമുക്കിനി കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂർ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഡോക്ടേഴ്സൊക്കെ വരുന്നെന്ന്. ഓക്കെ, ഡോക്ടേഴ്സ് വരുന്നെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അവർ കുറച്ച് മരുന്നൊക്കെ തന്നു വിട്ടായിരുന്നു. അതിന് ബാംഗ്ലൂർ കൊണ്ടുപോയി അവിടെ നിന്ന് എന്തോ സാധനം എടുത്തിട്ട് ഇനി അവിടെ നിന്ന് വേറെ സ്ഥലം പോകാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ബസ്സിൽ സാധനങ്ങളുണ്ട്. അപ്പം കുറച്ച് ചളിക്ക് വേണ്ടി നമ്മുടെ കൂടെ ഫൈസിലും ഉണ്ട്. പക്ഷെ നമുക്ക് ചളിയൊക്കെ കേട്ട് പോവാം. ഓക്കെ, ഫൈസിലെ കാണിക്കുന്നില്ല. അവൻ പറഞ്ഞ എന്നെ ക്യാമറയ്ക്ക് അത് കാണിക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നടത്തുന്നുണ്ട് ബട്ടുങ്കി ചൊലാർജി പൂങ്കി. എടാ ആസിഫേ, നീ ചിലപ്പോഴൊക്കെ വെളിയിൽ പോയി ഒന്ന് ഓടണം കേട്ടോ, നിൻ്റെ വയറൊക്കെ വലുതായി. ഗൈസ്, ഇപ്പോഴേ തുടങ്ങി അവൻ്റെ ചളി. ഓക്കെ, ഇപ്പോഴേ അവൻ്റെ ചളി തുടങ്ങി ഫൈസലിൻ്റെ. അപ്പം നേരെ വണ്ടി എടുത്തേക്ക. എടാ ഫൈസലെ പിടിച്ചിട്ടോണേ. പോടാ കിടക്ക, ഈ വണ്ടിയൊക്കെ ഞാൻ കുറെ കണ്ടേ. നിനക്കറിയത്തല്ല ഞാൻ ആരാണെന്ന്. നീ ആരാന്ന് എനിക്കെന്തിനാ പറഞ്ഞിട്ട്? പോടാ കൊച്ചേർക്ക, നീ എന്നെ പഠിപ്പിക്കല്ലേ. ഓക്കെ, ശരി, നമ്മളായിട്ട് ഇനി അടി വേണ്ട. പക്ഷേ നമ്മുടെ കൊച്ചി സോംബീസ് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഒക്കെ ഇറങ്ങി. അവരൊക്കെ കൊന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും സീനില്ല. ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂരാണ് ഉള്ളത്. ഇവിടെ നിന്ന് നമുക്കിനി പോകണം. അതായത് നമ്മുടെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂരിൽ നിന്ന് ഇനി നമുക്കിനി അങ്ങോട്ട് പോകണം. തെറ്റി യൂട്ടേൺ. ഇവിടെയൊക്കെ വണ്ടികൾ കുറവാണ്, ആൾക്കാരാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നെങ്കിൽ അപ്പം ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് തകർക്കുക ഗൈസ്. നമുക്ക് ഹോണൊന്ന് നോക്കിയാലോ. ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഹോണൊക്കെ കാണിച്ചേ, പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഒരു താറൊക്കെ പോകുന്നു. നമ്മുടെ അവരുടെ വണ്ടി ആയതുകൊണ്ട് സിഗ്നലിൽ സീനില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സീന് കാണത്തില്ല. പിടിച്ചാൽ ഞാൻ പറയാം, അവർ പറഞ്ഞിട്ടോന്ന് പറയും. അവരെന്നെ കഴിച്ച് പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് മരുന്നെത്തിക്കണതുകൊണ്ട് ഞാൻ കേരളത്തിലെ മിനിസ്റ്ററിനെയോ ഹോം മിനിസ്റ്ററിനെയോ ആരെങ്ങാണ്ട് വിളിച്ച് പറഞ്ഞു, മുഖ്യമന്ത്രി ആരെങ്ങാണ്ട് വിളിച്ച് പറഞ്ഞ് അതുകൊണ്ട് സീനില്ലെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ആരും പിടിക്കത്തില്ല. എല്ലാ സ്ഥലത്തും നമ്മുടെ കോയമ്പത്തൂരൊക്കെ നമ്മുടെ ഇത് കൊടുത്തിട്ടുണ്ട്, പോലീസ് പാസ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിഞ്ഞ് ഒളിപ്പിച്ച് പോവാം. ഓക്കെ, ഇത്രയും സ്പീഡ് ഇതുവരെ ഞാൻ ഓടിച്ചിട്ടില്ല. മാറൂ എന്തിരിടി, കണ്ണൊന്നും കാണുന്നില്ല. ജസ്റ്റ് മെസ്സേജ്. അപ്പോൾ ഞാൻ അപ്പുറത്ത് ഇടിച്ചിട്ട് അതിന് നമ്മുടെ ലോഡി മാപ്പ് ഗസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറന്നായിരുന്നെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക ഗസ്. അപ്പോൾ കുറച്ച് കൂട്ടുകാർ ഇപ്പോഴും സബ്സ്ക്രൈബും ലൈക്കും ഒന്നും ഇല്ല ചെയ്യാതെ ഇപ്പോഴും കുറച്ച് കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നറിയാം. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കാരണം വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനെ കിടന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പറപ്പിക്കാം. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയായിരുന്നു. അപ്പോൾ 98% കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നമ്മുടെ ഇതായിരുന്നു കോയമ്പത്തൂർ തൊട്ട് ബാംഗ്ലൂർ. അവിടെ പോകുമ്പം ചുരമൊക്കെ കയറി പോകണമെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ചുരമൊക്കെ കയറി പോവാം. ഞാൻ ഇത്രയും സ്പീഡ് വേണ്ടായിരുന്നു. പോകുന്ന വഴി വണ്ടിയിൽ നിന്ന് കഴിവണം. ആണോ ഗൈസ്, ഈ ഗെയിമിനകത്ത് മോഡായിട്ട് അറിയാം ഗൈസ്. എനിക്കറിയത്തില്ല. ഈ ഗെയിമിനകത്ത്
പുതിയ ഗെയിമാണ്, എനിക്ക് അറിയത്തില്ല, എന്നാലും തപ്പി പിടിക്കണം. ഈ ഗെയിമിനകത്ത് മോഡായിട്ട് അറിയാവുന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എങ്ങനെയാണെന്നുള്ളത്. കഴിവെന്നുള്ള സ്ഥലമെത്തി. കഴിവൊന്നും വേണ്ട, മരുന്ന് അതും എത്തിക്കാൻ അവർ പറഞ്ഞേ. അവരെത്തിച്ചിട്ട് നമുക്ക് വണ്ടി കഴിയുകയും കുഴിക്കുകയൊക്കെ ചെയ്യാം. വണ്ടി റെഡിയാക്കണമല്ലോ, റെഡിയാക്കി കഴിയുകയും ചെയ്യാമല്ലേ. മരുന്ന് വണ്ടിയിൽ തന്നെ ഇരിക്കട്ടെ. വൈഫൈ എന്നാകട്ടെ. കട അടച്ചിട്ട് പോയല്ലോ അവർ. ഇത്തിരി പണി അവർ കാണിക്കുന്നത്. ഞാൻ എപ്പോഴും ഇവിടെ വരുമെന്ന് എനിക്കറിയാം. നമ്മളെന്ത് വേണമെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. നമ്മൾ ബാക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഗരാജ് തുറന്നില്ല. സുഹൃത്തെ ഗരാജ് ലോറിയൊക്കെ കിടക്കും. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഫ്രണ്ടൊന്ന് പണിയണം. ഞാനിപ്പോൾ ഈ സൈഡിൽ കൊണ്ട് ചിടിച്ച് കയറ്റിയതാണ്. അത് സീനൊന്നുമില്ല, അത് ചെറിയ ഐഡിയാണ്, ചെറിയ ഐഡി. നമുക്ക് ഈ വഴി കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയാലോ? ചാടിച്ചാലോ വണ്ടി? വേണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഇങ്ങോട്ട് ഒതുക്കാം. വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഞാൻ വണ്ടി ഇടിച്ച് നശിപ്പിക്കാൻ പോവാ ഗൈസ്. ഓഹ് അതാവും വീട. നീ എനിക്ക് ഈ വണ്ടി തരത്തില്ലല്ലേ? അയ്യോ, അവൻ്റെ ഗ്യാസ് കുറ്റി ഇടിച്ച് കമത്തി. എൻ്റെ കട തുറക്കാൻ പറയുമ്പോൾ അവൻ തുറക്കുന്നില്ല. എന്താ ഭയം. പാവം അളിയൻ്റെ ഗ്യാസ് കുറ്റി എടുത്ത് അടിയിൽ കളഞ്ഞടാ. അളിയ, ഒരു മിനിറ്റ്, ഫയർ ഫോഴ്സിൻ്റെ വണ്ടി ആയിരുന്നോ? റിപ്പയർ ചെയ്തോ? ഫ്രീ ആയിട്ട് പൈസ എടുത്ത്. നമ്മൾ പൈസ എടുത്ത് പെട്ടെന്ന് റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഉമ്മാരെന്നെ പിടിച്ചിട്ട് ഇടിക്കും. വണ്ടി കഴുകണ്ടേ? ചെറിയ അഴുക്കൊക്കെ ഉണ്ട്, ഒന്ന് കഴുകണം. ഇന്ന് കഴുകിയും കൂടെ അങ്ങ് എടുത്തേക്കാം അല്ലേ? വണ്ടി ഒന്ന് കഴുകിയും കൂടെ എടുത്തേക്കാം. ഇനി നമ്മൾ നല്ല സൂക്ഷിച്ചാണ് ഓട്ടിക്കുക. ഇനി നമ്മൾ പറപ്പിക്കുകയും ചെയ്യണം, സൂക്ഷിച്ച് ഓട്ടിക്കണം. അപ്പോൾ വണ്ടി കഴിയുമെന്ന് വേണ്ട. ഇനി മഴയൊക്കെ പെയ്യാനാണ് പാടക്കുന്നു. വണ്ടി കഴിവണ്ട. പെയ്ക്ക് തിരിച്ചെടുക്കാവോ? ഇവിടെ കോയമ്പത്തൂരുള്ള വണ്ടി. ചേച്ചി എല്ലാം മാറിക്കണം. നീ എന്നെ പഠിപ്പിക്കുന്നോടാ. ഇന്നത്തുള്ള എല്ലാത്തിനും ഭയങ്കര കിണിയാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എത്താറായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്താറായില്ല. കോയമ്പത്തൂർ ഇറങ്ങാൻ. ബാംഗ്ലൂർ ഇറങ്ങാനുള്ള വണ്ടിയാണ്. ആരും കൈ കാണിക്കരുത്, ദയവായി കൈ കാണിച്ചാൽ എനിക്ക് അലിവെന്ന് ഞാൻ കേട്ടിരിക്കും. അയ്യോ, ഇപ്പം വണ്ടിയുടെ ഫെത്തി കയറ്റുന്നത്. അയ്യോ, മാറി ചേച്ചി മാറ്. ഒരു മോനെ എന്നെ ഇടിച്ചിട്ട് വന്നേ. ഇത് മാറിക്കാൻ മര്യാദക്കല്ലേ പറഞ്ഞേ? വെറുതെ എന്തിനാ പോലീസ് കേസായി എന്നെ നിങ്ങളും കൂടെ ജയിലിൽ ഇടുന്നേ? ഇവരൊന്നും കുടയില്ലാതെ വെളിയിൽ നടക്കുന്ന നോക്കണേ ഈ മഴയത്ത്. സൈക്കോ. നമുക്ക് ഒരു ചെറുക്കനൊക്കെ ബാഗും തൂക്കി നടക്കുന്നു. ഓഫീസിൽ പോവുകയാണെങ്കിൽ ബാഗും തൂക്കി പോവുക, കുടയും കൊണ്ട് പോവുക. നനഞ്ഞ് മുമ്പ് അവരൊക്കെ കയറ്റുമോ? വയസ്സായവർ വരെ അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ വണ്ടി അപ്പുറത്തെ തോട്ടത്തിൽ കിടന്നേനെ. സുഹൃത്തുക്കളെ, മഴയാവുമ്പം വണ്ടി സ്പീഡിൽ പോവണ്ട. ചിലപ്പോൾ മരുന്ന് കമന്നി പോയി കഴിഞ്ഞാൽ എനിക്കെങ്ങനെ അറിയും? അതിന് പെട്ടെന്ന് എത്തിക്കാനാണ് അവർ പറഞ്ഞത്. മരുന്ന് എങ്ങാനും പോയി കഴിഞ്ഞാൽ പൊന്നളിയാ സേഫായിട്ട് വെച്ചേക്കുന്നതെന്ന് അവർ പറഞ്ഞത്. ചേച്ചി മോനെ, ഇടിച്ചിട്ടൂടെ മോനെ. മാറിയില്ല അങ്ങോട്ട്. ചേച്ചി വണ്ടിയുടെ അകത്ത് തല വന്ന് ചിക്കൻ തലയായിരുന്നു ചേച്ചി. എൻ്റെ ബാക്കിൽ ഒരു ഫയർ ഫോഴ്സ് ഉണ്ട്, അത് വിട്ട് വരുവാന്ന് തോന്നുന്നു. എനിക്ക് എന്തായാലും അതിന് മുമ്പ് ഫസ്റ്റ് അടിക്കണം. മാറ്. എന്തൊരു വളവിത് സമയം.
വളവാട്ടോ സഹിക്കാൻ പറ്റാത്ത. എത്ര രൂപ കൊടുത്ത് ഞാൻ പണിഞ്ഞ വണ്ടിയാണ്. ഓക്കെ, സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല എനിക്ക്. ഓ, അവിടെ ആരോ വണ്ടിയൊക്കെ ഇടിച്ചതെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ വണ്ടി അങ്ങനെ അവിടെ കെട്ടി കിടക്കുന്നുണ്ടോ? അത് ഏതോ വണ്ടി അവിടെ കയറിയില്ല. അതേപോലെ നമ്മുടെ വണ്ടി കയറാനാണ്. അതെങ്ങനെയുണ്ട്? കുത്തിപ്പിടിച്ച് പോവാ ഗൈസ്. ചേട്ടാ മോനെ, ഹോണ് നിർത്ത് മോനെ, എൻ്റെ ചെവി പോന്ന് മോനെ. നോക്കിയേക്കടേ, വണ്ടിക്ക് അഴുക്കുണ്ടോ നോക്കട്ടെ. ചേച്ചി അവരൊക്കെ പോട്ടെ അങ്ങോട്ട്. ഞാൻ ഫയർഫോഴ്സിനെ പിടിക്കണമെന്നുണ്ട്. ഫയർഫോഴ്സ് ഇപ്പം ആണെങ്കിൽ പോയി ഞാൻ വണ്ടി നേരത്തെ നോക്കട്ടെ. അഴുക്കായി. എന്തായാലും പോകുന്നതിന് മുമ്പ് എവിടെയെങ്കിലും കഴുകാൻ കിട്ടുവാണെങ്കിൽ നമ്മൾ വണ്ടി കഴുകും. വെള്ളം കുടിക്കട്ടെ. കുഴഞ്ഞ് ഒരു തോണ്ടില്ല ചേച്ചി, കാട്ടിലോട്ട് കയറിപ്പോഴേ. വണ്ടി കൊണ്ട് ഒതുക്കിയിട്ട് കുടിക്കാം. ഓക്കെ, കുടിച്ചു കഴിഞ്ഞ് ബസ്സെടുക്കാം. ഇനി നമ്മൾ പ്രോയ. മഴ തീർന്നു കഴിഞ്ഞാൽ ഞാൻ പ്രോയ. ഇനി പൊട്ടിക്ക് വണ്ടി. മാറിക്കോ. സൈഡ് തട്ടിയോ? തട്ടിട്ട് പോയേക്കാം. സോറി ഏട്ടാ. സോറി. ഇപ്പം വണ്ടി അങ്ങോട്ട് റെഡിയാക്കിയതേ ഉള്ളൂ. അറിയത്തില്ല, കുഴപ്പമില്ല. ആരും അറിയണ്ട, നമ്മൾ മാത്രമേ അറിഞ്ഞുള്ളൂ. അകത്ത് ഫൈസൽ പോത്തോലെ കിടന്നുറങ്ങുന്നു. നമ്മൾ ഈ ചുരമൊക്കെ ഇറങ്ങി നമ്മൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. എടാ ആശപ്പേ, നീ ചുരം ഇറങ്ങിയതില്ല, ഞാൻ അറിഞ്ഞില്ല. ആശപ്പേ, നീ എന്തിനാണ് അവരെ ഇടിച്ചിട്ടേടാ ആശപ്പേ? ഞാനതൊന്നും അറിഞ്ഞില്ലെന്നാണോടാ നീ വിചാരിക്കുന്നത്? ഇവിടെ ഞാൻ എൻ്റെ ഫോൺ ഓണാക്കി വെച്ചിട്ടാടാ പോയേ. ഞാനിവിടെ ക്യാമറ ഓണാക്കി വെച്ചിട്ടാണ് പോയേ. ഞാൻ നിൻ്റെ ഫോണിൽ കൊണ്ടുപോയി. അപ്പോഴാണ് ഞാൻ കണ്ടേ ഒരു വണ്ടി ഇടിക്കുന്നേ. എടാ, അവർക്ക് വല്ലതും പറ്റിയെന്ന് പോലെ നീ ഇപ്പം നോക്കടാ, ഇല്ലെങ്കിൽ നിനക്ക് കേസ് വരൂടാ ആസിഫേ. പോടെ ഇറക്കാം. കേസ് വരുന്നെങ്കിൽ വരട്ടെ. ഇപ്പം ഈ മരുന്ന് കൊണ്ട് എത്തിക്കുന്നത് എനിക്ക് എൻ്റെ ആദ്യമുള്ള മിഷൻ, അത് തീർക്കട്ടെ. കൊള്ള സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ളതിന് വല്ലവൻ്റെ ആക്രയം മരുന്ന് രക്ഷിക്കാൻ നടക്കുന്നു. നീ ആരടാ നീ? ഞാൻ മനുഷ്യൻ. വല്ല ഡൗട്ടുണ്ടോ? ഒന്നുമില്ല. ആസിഫേ, ഞാനൊരു പാട്ട് പാടട്ടെ? കൊല്ലാവാണ്, നോക്ക്. പാട്ട് പാട്. പൂവിടുന്നു ഒരു ആശകളാന പൊന്നന മോനന മിണ്ടാറ കിടന്ന് കുറേ നേരം കൊണ്ട് അവൻ കിടന്ന് പാടുന്നവൻ്റെ ആശകളാക്കിയിരുന്നു. ഞാൻ വേറൊരു പാട്ട് പാട്ടെ. നല്ല പാട്ടാണെങ്കിൽ നീ പാടിക്കോ. ഞാൻ പാടാം. പാടട്ടെ? പാട്. ചിന്താത്തക്കടി പൊമ്മിക്കേറി എങ്ങനെ ഇറക്കും ശ്വാസം, മാപ്പുകൾ പോലെ തൊണ്ട പറ്റി ഞാൻ എങ്ങനെ ഇറക്കും മോശം, സ്വന്തം പൊത്തി ഞാൻ തോന്നുകൾ കൊങ്ങടക്ക് കങ്കാശം. എനിക്ക് ഉണ്ട് ചോറ്, ഞാൻ കഴിക്കും മാങ്ങ, തിനം ഉറങ്ങും. ഇതാ എൻ്റെ ജോലി, തിനം ഉറങ്ങും. ഇതാ എൻ്റെ ജോലി, തിനം ഉറങ്ങും. ഇതാ എൻ്റെ ജോലി. കുറേ നേരം കൊണ്ട് അവൻ കിടന്ന് പറയുന്നുണ്ട് തിന്നെ അതാ എൻ്റെ ജോലിന്ന്. നെല്ലിൽ നിനക്ക് തിന്നെ ജോലി. ഇപ്പം നിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയുണ്ട്. ഞാൻ ഡോറ് തുറക്കട്ടെ? വേണ്ട ആസിഫേ. എന്നാൽ വേണ്ടെങ്കിട്ട് മിണ്ടായിരുന്നു. മരുന്ന് എത്തിക്കാൻ നോക്കുമ്പോഴവരെ തീറ്റിപ്പണ്ടാരം അസുഖം കൊണ്ട് വരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തിന്നുവാണെങ്കിൽ നീ വീട്ടിൽ ഇരുന്ന് തിന്നണേ. മൊത്തം ഇറക്കിക്കൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന് തിന്നുന്നു. ഞാൻ പറയാനുണ്ടോ? എനിക്ക് ഇഷ്ടമല്ല ഈ ചെറുക്കനെ.
ആഷിഫ് എന്തുവാണ് ആഷിഫ് എന്നെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ നീ എന്നെ കൊച്ചാക്കണ്ടാടിന് എല്ലാവരുടെയും മുമ്പിൽ എന്തോ കൊച്ചാക്കലെന്ന് എൻ്റെ സ്വഭാവത്തിലല്ലേ പോടാ ഇറക്ക നീ ഇവിടെ ഇറക്ക പോടാ 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 ഇറക്ക 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 പോകാൻ സൗകര്യമില്ല സൗകര്യം വരുമ്പോൾ പോയാൽ മതി അയ്യോ കേസില്ല ഞാൻ പോവാ നീ എവിടെങ്കിലും ഇറങ്ങിപ്പോ ഈയടാ മോനെ ഞാൻ ഇറങ്ങിപ്പോവല്ല ഞാൻ ബാക്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ എൻ്റെ ഉറങ്ങുന്ന കൊള്ളാം മരുന്നത്തൊക്കെ ഒരു കാലൊന്നും കൊള്ളല്ലേ ആ ശരി മരുന്നകത്തില്ലല്ലോ ഡിക്കിക്കകത്ത പാവൻ ചെറുക്കനെ കൊണ്ട് വരണ്ടായിരുന്നു ചെറുക്കൻ തിന്നുന്ന ഉറങ്ങുന്ന കാര്യങ്ങളേ ഉള്ളൂ 24 മണിക്കൂറും അത് ചെറുക്കനെ ഞാൻ കൊണ്ടുവരാത്ത വയസ്സ് ആ ചേച്ചി ഇപ്പം മേടിച്ചിട്ടാണ് അത്രയ്ക്ക് പറന്ന് വരുമായിരുന്നു ചേച്ചി അപ്പം ചേട്ടാ ആ സൈഡും ചേട്ടൻ അവിടെ ചേട്ടനെ ചേട്ടാ ആ ചേട്ടൻ അവിടെ കിടന്നോ ചേട്ടാ പോവാ ചേട്ടാ എന്ത് ചേട്ടാ അങ്ങനെ സ്വഭാവം ചേട്ടാ നമ്മുടെ വണ്ടി കോയമ്പത്തൂർ ബാംഗ്ലൂർ കൊണ്ട് ഒതുക്കണം ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ അപ്പോൾ നേരെ പോയി ചെയ്തോ അറിയത്തില്ലാത്തവർ കമൻറ്റ് ചെയ്യൂ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ബ്ലോക്കാണോ അല്ല ഓ ഏതോ വണ്ടികളൊക്കെ ഇടിച്ചടക്കാൻ തോന്നുന്നു കേട്ടോ ജസ്റ്റ് മിസ് ഇപ്പോൾ അവരെ ഇടിച്ചാലും ഞാൻ വണ്ടിയുടെ അകൊക്കെ ചെറുതായിട്ട് പൊടിയായി ഇന്ന് കഴുകണം നിങ്ങൾ ബാംഗ്ലൂർ നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക എനിക്ക് നാഗം ഇരിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ആ പ്രശ്നം ചെറുതായിട്ടൊന്ന് ഉണ്ട് ബാംഗ്ലൂർ പോയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ബാംഗ്ലൂരും കൊച്ചി എവിടെ ബാംഗ്ലൂർ കൊച്ചി പിന്നെ ഇവിടെ കോയമ്പത്തൂർ ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് കേട്ടോ അവിടെ മണ്ണെടുത്തിട്ടേക്കാന്ന് തോന്നുന്നു ഞാൻ എൻ്റെ വണ്ടിയെ കൂടെ കയറ്റത്തോളൂ ഞാൻ ആ ബാക്കിലത്തെ കാറിനെ വെട്ടിച്ച് എനിക്ക് ഞാൻ ഫ്രണ്ടിൽ കിടക്കുന്ന ലോറിയെ വെട്ടിക്കണം ജസ്റ്റ് മിസ് ഗൈസ് അപ്പം ഇനി നമ്മൾ ഇതിനകത്ത് മോഡുകൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് കേട്ടോ അത് മോഡുകൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് കിട്ടില്ല എനിക്ക് ഗെയിം ഭയങ്കര ഇഷ്ടപ്പെട്ട നിങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഈ ഗെയിം കിട്ടിയോണ്ട് ഞാൻ റോബ്ലോക്സ് കളിക്കത്തില്ല ഗൈസ് ഉറപ്പായിട്ടും കളിച്ചിരിക്കും റോബ്ലോക്സ് അപ്പം നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവ് 3D കളിക്കുന്ന കാര്യം പിന്നെ ഒരാൾ പറഞ്ഞായിരുന്നു ഡ്രാഫ്റ്റ് റൈഡർ കളിക്കാൻ സോറി എനിക്കത് കളിക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ എൻ്റെ ഈ മൊബൈലിനകത്ത് എനിക്കത് അവൈലബിൾ അല്ല കാരണം വെച്ചാൽ ഞാൻ എന്തോ ഗൂഗിളിനായിട്ട് എന്തോ പ്രശ്നം പറ്റി കിടക്കും അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കട്ടെ അത് കളിക്കാൻ എനിക്ക് പറ്റുകയില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഉള്ളതായിരിക്കും എന്തായാലും നിങ്ങൾ കാണേണ്ടതാണ് ഗൈസ് അപ്പം നമുക്ക് നേരെ പോവാം ഇവിടെ ഏതോ സൈഡിലെങ്കിലും ഉണ്ടായി പക്ഷെ നമ്മളെ ഇവിടെ സ്ഥലമെത്തി കേട്ടോ നമ്മുടെ ബാംഗ്ലൂരെത്തി പള്ളി കാർ എടുക്കുന്ന സ്ഥലം അല്ലല്ലോ ഇവിടെ അല്ലായിരുന്നല്ലോ ഇവിടെ എവിടെയോ ആയിരുന്നു ബാക്കിലത്തെ സ്ഥലമായിരുന്നു അപ്പം എങ്ങനെയായിരിക്കും മരുന്ന് കയറ്റി ഒതുക്കണം മരുന്നായതുകൊണ്ട് വണ്ടി കയറ്റി അങ്ങോട്ട് ഒതുക്കണം അപ്പോൾ ഇങ്ങനെ കയറ്റി ഒതുക്കും വണ്ടി തട്ട് പറഞ്ഞോളി സ്ഥലം ഇതല്ലല്ലോ സ്ഥലം ഇതാ കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം പറഞ്ഞു തരാം ഇതൊക്കെ ബർഗർ ഷോപ്പാണ് ഇതാണ് പയ്യെ പോയി നോക്കാം ഇതല്ല ഒന്നുമല്ല ഗൈസ്
ഈ ഒടുക്കത്തെ ഈ മോഞ്ഞാട്ട മഴ കാരണമാണ് മഴ എന്ന് തന്നെ വെള്ളത്തിൽ ഇടും. ഞാൻ പറഞ്ഞു എനിക്ക് സിഗ്നലൊന്നും വലിയൊരിതില്ലെന്ന്. കൊണ്ട് ഭാഗ്യം. അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ പറയത്തില്ല സുഹൃത്തുക്കളെ, ഇതെല്ലാം തോന്നുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ. ഫയർഫോഴ്സ് കക്ഷത്തി തെറ്റി. ഇതാണ് ആ സ്ഥലം. അല്ല, ഇത് അമ്പലമല്ലേ? ഇത് വലിയൊരു മാളുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ കൊണ്ടെത്തിക്കാനാണ് ആ കിളവൻ പറഞ്ഞത്. ഒരു കിളവനെ ഇതൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചത്, എന്നെയും അവനെ. അപ്പം അവൻ ബാക്കിൽ കിടന്ന് പോകാൻ ഭയങ്കര ഉറക്കമായി. നമ്മളിനിയിപ്പോൾ വിളിച്ചാൽ ശല്യപ്പെടുത്തണ്ട. ഓക്കെ, അവനെ വിളിച്ചിന് എന്തിനാ ശല്യപ്പെടുത്തുന്ന വെറുതെ? ഇതാണല്ലോ സ്ഥലം. പയ്യെ പോവാം. സ്ഥലമെത്തി കേട്ടോ, നമ്മുടെ സ്ഥലമെത്തി. ഇതായത് നമ്മുടെ സ്ഥലം. ഇതേപോലത്തെ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. ഞാൻ ഡൗട്ട് അടിച്ചത്. അവർ പോയി സംസാരിച്ച് നോക്കട്ടെ. വണ്ടീനെ ഇപ്പോൾ എങ്ങോട്ടാണ് കയറ്റിയിട്ടുണ്ടെന്നും കൂടെ സംസാരിച്ച് നോക്കട്ടെ ഗൈസ്. ഓക്കെ, തൽക്കാലത്തിന് റോഡിലോട്ട് ഇങ്ങോട്ട് ഇടാമല്ലോ. ചേച്ചി വണ്ടിയുടെ അകത്തോട്ട് കയറിപ്പോയി. എന്നുള്ള ഡോറിൻ്റെ അപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. വണ്ടി ഒന്ന് നിർത്തിയിട്ടിട്ട് നമുക്കൊന്ന് ഇറങ്ങി ചോദിച്ചു നോക്കാൻ പോയി. അടി തട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ തടി ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ ചോദിച്ചേക്കാം. ഇവിടെ കണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ചേട്ടാ, ഓക്കെ. സ്ഥലം എത്തിയിട്ടുണ്ട്. അവരൊക്കെ മരുന്നിറക്കി വെച്ചായിരുന്നു പോലീസ്. ചേട്ടാ, എന്ത് പറ്റിപ്പോയി സാറേ? സാറേ ചേട്ടാ സാറ് അങ്ങോട്ട് വയ്ക്കാം. ഇല്ലടാ മോനെ, ഞാനവിടെ പോലീസായിട്ട് വന്നേക്കാം, ഡ്യൂട്ടി ഉണ്ട്. ചേട്ടാ അപ്പം നമ്മൾ ആ സാറിന് ഡ്യൂട്ടി ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നമുക്ക് വണ്ടി കൊണ്ട് തിരിച്ചെണ്ണം. അവർ മരുന്നൊക്കെ ഇറക്കി കേട്ടോ. അവർ മരുന്നിറക്കി. ഫൈസൽ എന്ത് ചെയ്യണം? ഫൈസലേ ഞാൻ ഉറങ്ങുക. ഒരു പാട്ട് പാടി തരട്ടെ? പറയടാ ഒരു പാട്ട് പാടി, ഞാൻ ഡാൻസ് കളിക്കാം. ബട്ടുങ്കി ചലാശിപ്പൊങ്കി ബട്ടുങ്കി ചലാശിപ്പൊങ്കി ബട്ടുങ്കി ചലാശിപ്പൊങ്കി ബട്ടുങ്കി ചലാശിപ്പൊങ്കി ബട്ടുങ്കി ചലാർച്ചിപ്പൊങ്കി. അമ്മാമ്മ, ഈ മോനെന്താ വയ്യയോ? അറിയത്തില്ല മോളെ, എനിക്കറിയത്തില്ല മോളെ. ഇവന് വട്ടാണെന്ന് തോന്നുന്നു. വാ നമുക്ക് പോവാം. ബട്ടുങ്കി ചലാർച്ചിപ്പൊങ്കി. മതിയോടാ? മതി. നാട്ടുകാരെല്ലാം കളിയാക്കുന്നു. ശരി. ഈ ചെറുക്കനെ ഓടിക്കോ ബസ് നമുക്കില്ലല്ലോ, അങ്ങോട്ട് കയറ്റിയിടാന്ന് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ ബസ് ഇവിടെ കിടക്കണ്ട, അങ്ങോട്ട് കയറ്റിയിടാനെന്ന് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ബ്ലോക്ക് കേട്ടോ, ഒടുക്കത്തെ ബ്ലോക്ക്. ഓക്കെ, വണ്ടി ഓണാക്കില്ല, ഭയങ്കര ബ്ലോക്ക് ഐസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്ഥലം പോരാ, നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി അവിടെ കിടക്കാം. അവർ പറഞ്ഞ് നമുക്ക് വിളിക്കുമ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങി വരാം. നമ്മുടെ വണ്ടി ഇങ്ങോട്ട് കയറ്റിടാം. ഗൈസ് ഇല്ല, പോലീസുകാരെന്താ ഗൈസ് അവിടെ കിടന്ന് കാണിക്കുന്നേ? ഓഹോ, തല്ലി തകർത്തവൻ.
ഇവിടെ ഇങ്ങനെ കിടക്കണ്ട, സേഫ് അല്ലെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടികളൊക്കെ വളഞ്ഞു വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കുറച്ചങ്ങോട്ട് പോവാം. അല്ലാ, നടുവേദന എടുക്കുന്നേ ഗായ്സ്. ഇങ്ങോട്ടേക്ക് ഇവിടെ തിരിക്കാം. തട്ടിയില്ല, ഭാഗ്യമുണ്ട്. തട്ടിയില്ല ഗൈസ്, തട്ടിയില്ല. അപ്പം നമുക്ക് ഇങ്ങനെ വെച്ച് വണ്ടി തിരിച്ചിടാം. അണ്ണാ ഹോണടി അണ്ണാ. ഓക്കെ മോനെ. ചിലപ്പോൾ നമ്മളെ ചെറുക്കന്മാരുടെ ഫാൻസ് ആയ നമ്മൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വഴിയുടെ ഇവിടെ വണ്ടി ഒന്ന് നിൽക്കട്ടെ. തട്ടിന്ന് പറഞ്ഞിട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കാം. ലൈറ്റ് അണച്ചില്ല. നമുക്ക് അപ്പോഴത്തേനും നമുക്ക് റൂം വന്നായിരുന്നു, അവിടെ പോവാം. ഓക്കെ, അങ്ങോട്ട് പോകാം ഗൈസ്. ചേച്ചി അവൻ വണ്ടി കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത്. ഓക്കെ, ഞാൻ റൂമിൽ പോയതുകൊണ്ട് അവിടെ കാണുന്നത് എൻ്റെ റൂം. സാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. സാറേ, എന്തോ സാറേ ഭയങ്കര ബ്ലോക്ക്. അതൊക്കെ അങ്ങനെ, നീ ആരാ പെട്ടിപ്പണ്ണേ? സാറേ വണ്ടി അങ്ങോട്ട് ഒതുക്കിയിട്ട് സാറേ, ഞാൻ കുറേ നേരം സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അവരെ പോകുന്നെങ്കിൽ പോട്ടെ സാറേ, നമ്മളെ വണ്ടി ഒതുക്കിയായിരുന്നു സാറേ. ഈ വണ്ടി ഇത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അത്രേ ഉള്ളൂ. പൊയ്ക്കോ, നിങ്ങൾ പൊയ്ക്കോ. അതുകൊണ്ട് അങ്ങനെ തന്നെ പോയിക്കോട്ടെ അവർ. ഓക്കെ, അവരങ്ങനെ പോട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയും നേരം എല്ലാവർക്കും ബൈ.